ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ടിപ്പായിട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളതാ മസാലപ്പൊടികളുണ്ടല്ലോ, ബിരിയാണി മസാല, അതായത് സാമ്പാറിൻ്റെ പൊടി, അങ്ങനത്തെ മസാലപ്പൊടികളുണ്ടല്ലോ, അത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പൂപ്പലും കാര്യങ്ങളൊക്കെ വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ 2 വറ്റൽമുളക് കേട്ടോ. 2 വറ്റൽമുളക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇട്ട് അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മൂടി വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ. നല്ലോണം റബ്ബറൊക്കെ ഇട്ടിട്ട് നല്ല കെട്ടി വെക്കുക ആദ്യം തന്നെ, ഹോള് പുറത്താകാത്ത രീതിയിൽ. ഇനി രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ നെയ്യ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പും ഒരു കട്ടിയൊക്കെ വരും. അതില്ലാക്കാൻ വേണ്ടിയിട്ട് കറാമ്പ് 2-3 കറാമ്പ് ഇട്ടിട്ട് നല്ലോണം അടച്ച് വെക്കുക. ഒന്നും ആവില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബേസിന് കാര്യങ്ങൾ, അതേമാതിരി കൗണ്ടർ ടോപ്പ്, അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഫസ്റ്റിന് ഞാൻ അങ്ങനത്തെ ചെറിയൊരു കുപ്പി എടുത്ത് അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഷാമ്പു ആണ് കേട്ടോ, നമ്മൾ തലയിൽ തേക്കുന്ന ഷാമ്പു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഞാൻ ബേക്കിംഗ് സോഡ ഒക്കെ വെച്ചിട്ട് വൃത്തിയാക്കുന്ന വേറെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മളെ വാഷ് ബേസിന് അവിടുത്തെ ടൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വൃത്തിയായിട്ടു ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത ഒരു കുപ്പി ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കുപ്പിയിൽ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഷാമ്പു ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമുക്കൊരു പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ കട്ടില്ലാത്ത കുപ്പി മതിട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. ഇനി നമുക്കിത് മൂടി അടച്ചിട്ട് നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കുക, ഒന്ന് പതിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ആ കുപ്പിൻ്റെ മൂടി ഒന്ന് ഹോളാക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പടം പൊരിക്കുന്ന ആ കോലുണ്ടല്ലോ, കമ്പിൻ്റെ, അതൊന്ന് ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോട് ഞാൻ നല്ലോണം ചൂടാക്കിയിട്ടോ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ഹോളിട്ട് കൊടുക്കാം മൂടി. അപ്പോൾ ഹോളായിട്ടുണ്ട് കേട്ടോ, നല്ലോണം ഹോളായിട്ടുണ്ട്. ഇനി അതിന് നെക്കിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലും അതേമാതിരി ബേസിലൊക്കെ നമുക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്ക്രബ്ബർ. ആദ്യം തന്നെ ഇതിന് വേറൊരു ടിപ്പും കൂടിയുണ്ട്. മത്തി, മണക്കുന്ന മീനുകളും ബീഫ്, അതേമാതിരി ചിക്കനൊക്കെ കൈയൊരു മണമാണല്ലോ. അപ്പോൾ അതില്ലാതാക്കാണ്ട് ഈ വെള്ളത്തിനോട് കഴുകിയാൽ മതി കേട്ടോ. മത്തിയൊക്കെ പെട്ടെന്ന് മണം പോയി കിട്ടും. മത്തിക്ക് ഭയങ്കര മണമാണല്ലോ. അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടി ഈ വെള്ളം കൊണ്ട് കഴുകിയാൽ പെട്ടെന്ന് മണം പോവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ മത്തിയൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ, മീനൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കൊണ്ട് ലോണം കഴുകിയിട്ട് ലാസ്റ്റ് കൈ കഴുകണം കേട്ടോ. കൈയിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ ഈ സ്റ്റൈലിൻ്റെ ഇതൊക്കെ ഈ ടൈൽസിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ടൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചുമരുമുള്ള ടൈൽസും കാര്യങ്ങളും ബേസിനൊക്കെ ഒരു ചേരിയോണ്ട് ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നല്ലോണം ഒരുതി കൊടുക്കുക. പെട്ടെന്ന് പോയി കിട്ടും. ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുത്താൽ മതി. പെട്ടെന്ന് തീരും വെള്ളം നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണതാണല്ലോ. ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് തീർന്നു പോലുണ്ട്. അപ്പോൾ ഇങ്ങനെ അറിയാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഇനി അത് കൗണ്ടർ ടോപ്പിൽ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം നമുക്ക് സ്ക്രബ്ബർ എടുത്തിട്ട് നല്ലോണം ഒഴിച്ചെടുക്കുക. നല്ലോണം വരുത്തി കൊടുക്കുക. നല്ല വൃത്തിയായിട്ട് ക്ലീനായി വരും കേട്ടോ. ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം പോരും. ഈ ബേസിനൊന്നും കൂടി ഉൾഭാഗം ഒന്ന് നല്ലോണം കഴുകി കൊടുക്കുക. ഇനി നമ്മളെന്തെങ്കിലും ഫിഷ് എന്തെങ്കിലുമൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എല്ലാം പോവും. അപ്പോൾ അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്പ് ഇടുന്നത്. പിന്നെ കുറേ ആൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ടിപ്പുകൾ, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ. ഇനി ഞാൻ അത് ഫുള്ളായിട്ട് കഴുകി തുടച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ നല്ലോണം വരുത്തി ഒരു നല്ലൊരു തുണി എടുത്ത് തുടച്ചിട്ടിട്ടോ. വൃത്തിയായി കണ്ടില്ലേ? അങ്ങനെ നമ്മളെ ഡൈനിങ് ഹാളത്തെ ബേസിനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.